ഇങ്ങനെ അരച്ചു വെച്ച സാധനങ്ങൾ പൊന്തിയിട്ടുണ്ടാകുന്നതാണ് കേട്ടോ ഏറ്റവും ആദ്യം തന്നെ അടുക്കളയിലോട്ട് രാവിലെ കയറുമ്പോൾ നോക്കുന്നത്. ഇവിടെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറാണ്. ഇതേ കുറച്ച് പൊടികളൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് സാമ്പാർ പൊടിയിലല്ല. അപ്പോൾ അത് വറുത്തോട്ട് ഇവുവിന് കക്കറിച്ച് ഒലത്തിയത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കക്കറിച്ച് ഒലത്തിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളുടെ കക്കറിച്ചിയും കൊണ്ട് സ്കൂളിലോട്ട് പോയിട്ടോ. ഇവു ഭക്ഷണം കഴിച്ചിട്ട് പോയി. ഇത് 2 തരം ദോശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നെയ്യിട്ടതും ഒരെണ്ണം നെയ്യിടാത്തതും. നെയ്യിടാത്തത് ജോയ്സിനും നെയ്യിട്ടത് എനിക്ക് ഇസുവിനും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇസുവിനെ കൊണ്ടേ അംഗനവാടിയിലാക്കിയിട്ടാ. ഉമ്മയും ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടാ. അവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. ആ കാണ പണിയണുണ്ടെന്നേ. അപ്പൊ അതും കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നു. അപ്പൊ ഒരു 11 മണിയായപ്പോഴേക്കാളും വീട്ടിൽ കോഴി കൊക്കണായിട്ട് നോക്കിയപ്പോൾ അതേ ഒരു പാമ്പ്. വാഴ കോഴി കൊത്തണ കാരണം ഞാനൊരു പച്ച ഷീറ്റിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അത് പൊങ്ങുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ടാ. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ പാമ്പ് എഴഞ്ഞു പോകണുണ്ട്. പിന്നെ അപ്പുറത്തെ പറമ്പിലോട്ട് അത് കയറിപ്പോയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറ് തിന്നത് കേട്ടോ. ചോറ് ഞാൻ സാമ്പാർ, കക്കറിച്ചി, പിന്നെ ഇത്തിരി മീൻചാറും. അപ്പൊ ഇന്നത്തെ ഉച്ചക്കലത്ത് അതാണ് ഊണ്. പിന്നെ 3 മണിക്ക് ഇസുവിനെ പോയി വിളിച്ചുകൊണ്ട് പോകുന്നത്. ടീച്ചറിന് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. വെള്ളയപ്പത്തിൽ പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കഴിക്കണേണ്ടോ. അപ്പൊ വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു.